ഹലോ. ചില വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നതെന്ന് സംശയം വരുന്നത്. ടെക്നോളജി നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ്, നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കേണ്ടതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ചില കാര്യങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന് പറയുന്നത് സത്യമാണോ അതോ സാക്ഷരത കൂടിപ്പോയതിന്റെ പ്രശ്നമാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. മുമ്പ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ നമ്മൾ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. പിന്നീടാണ് മനസ്സിലായത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദമെടുത്ത ചില പണ്ഡിത ശിരോമണികൾ തങ്ങളുടെ ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന്. ഇപ്പൊ അതുപോലെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇത് ഒരു പടി കൂടി കടന്ന് യൂട്യൂബ് ഹോസ്പിറ്റൽ തുറന്നിരിക്കുകയാണ്. യൂട്യൂബ് ഹോസ്പിറ്റൽ വഴി പ്രസവം നടത്താൻ നോക്കി ഒരു യുവതി മരണമടഞ്ഞു. വേറെങ്ങുമല്ല, നമ്മുടെ തലസ്ഥാനത്ത് തന്നെയാണ് സംഭവം. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് യൂട്യൂബ് വഴി പ്രസവമെടുക്കുകയായിരുന്നു. പെൺകുട്ടി കൊല്ലപ്പെട്ടു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ പോകാനുള്ളത് പോയില്ലേ. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എങ്കിലും ഭാവിയിലേക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം തെറ്റായ കാര്യങ്ങൾ പിന്തുടരാതിരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വെൽക്കം ടു ജംഗിൾ വൈൻസ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ, അല്ലേ? അപ്പോൾ തിരുവനന്തപുരത്താണ് സംഭവം. ഒരാൾ തന്റെ രണ്ടാമത്തെ ഭാര്യയുടെ 4ാമത്തെ പ്രസവം യൂട്യൂബ് വഴി നോക്കി ചെയ്യുകയായിരുന്നു. പെൺകുട്ടി മരണമടഞ്ഞു. ഇത് നടത്തിയ ആൾക്കെതിരെയും അതിന് സഹായിച്ച അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച അക്യുപങ്ചർ ക്ലിനിക്ക് ഉടമസ്ഥനെതിരെയും കേസുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ്. പക്ഷെ അയാൾക്ക് ഈ ബോധോദയം എവിടുന്നുണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മിക്കവാറും അക്യുപങ്ചർ ക്ലിനിക്കുകാരൻ അയാളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് ഈ കണ്ടീഷനിലേക്ക് എത്തിച്ചതാവാം. ഇതുപോലുള്ള വീഡിയോസ്, ഈ യൂട്യൂബിൽ കാണുന്ന ഇതുപോലുള്ള വീഡിയോസും അയാളെ വഴിതെറ്റിച്ചിരിക്കാനാണ് സാധ്യത. പിന്നെ ഈ പ്രസവം എടുക്കാൻ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. അയാളുടെ ആദ്യത്തെ ഭാര്യയിലെ മകളും കൂടെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയും അക്യുപങ്ചർ കോഴ്സ് കഴിഞ്ഞതാണ്. അപ്പോ നമ്മൾ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ മിക്കവാറും ഈ അക്യുപങ്ചർ ക്ലിനിക്ക് നടത്തുന്ന ആളുടെ അടുത്ത് നിന്ന് കോഴ്സ് കഴിഞ്ഞ പെൺകുട്ടി ആയിരിക്കണം ഇയാളുടെ ആദ്യത്തെ ഭാര്യയിലെ കൂടെ ഉണ്ടായിരുന്ന മകൾ. അവൾക്ക് പ്രാക്ടീസിന് വേണ്ടി ആയിരിക്കണം മിക്കവാറും ഈ പ്രസവം വീട്ടിൽ തന്നെ എടുത്തത്. അതും നാട്ടുകാരും ആശാവർക്കർമാരും വാർഡ് കൗൺസിലറും എല്ലാവരും പ്രതിഷേധിച്ചിട്ടും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിർബന്ധിച്ചിട്ടും അയാൾ സമ്മതിച്ചില്ല. വീട്ടിൽ തന്നെ പ്രസവം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാവം പെൺകുട്ടി, ഷമീറ ബീവി എന്ന ആ പാവം പെൺകുട്ടി മരണമടഞ്ഞു. എത്ര കഷ്ടമാണല്ലേ ഈ കാര്യങ്ങൾ. പ്രസവം എന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്, സമ്മതിക്കുന്നു. നാച്ചുറൽ തന്നെ സംഭവിക്കേണ്ടതാണ്, നോർമലായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ടെക്നോളജി ഇത്രയും വളർന്നിരിക്കുന്ന കാലത്ത് അത് നോർമൽ ഡെലിവറി ആണെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം മുൻപ് വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മരണനിരക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിൽ നിന്ന് എത്ര താഴ്ന്നു വന്നിരിക്കുന്നു ഇന്നത്തെ ചൈൽഡ് ബർത്തിലുള്ള ഡെത്ത് റേറ്റ്. അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫിന്റെയും ടെക്നോളജിയുടെയും എല്ലാം സപ്പോർട്ടിന്റെ ഫലം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ ചിലർ ഇതിന് മതത്തിന്റെ ആംഗിൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. അതിന് കാരണം ഇതിന് മുൻപുള്ള 3 പ്രസവങ്ങളും സിസേറിയൻ ആയിട്ടായിരുന്നു ആ പെൺകുട്ടിക്ക് നടത്തിയത്. ഇത് 4ാമത്തെ പ്രസവമാണ്. അപ്പോൾ 4ാമത്തെ പ്രസവത്തിൽ സിസേറിയൻ വേണ്ട, നാച്ചുറൽ ആയിട്ടുള്ള അക്യുപങ്ചർ മതി എന്ന് തീരുമാനിക്കാൻ കാരണം മിക്കവാറും ആ സുഹൃത്തായ അക്യുപങ്ചർ ക്ലിനിക് വിദഗ്ധൻ അല്ലെങ്കിൽ അക്യുപങ്ചർ ക്ലിനിക് നടത്തുന്ന ആ വ്യക്തി തന്നെ ആവാനാണ് സാധ്യത. എന്തായാലും കാലം മുന്നോട്ട് നടക്കുകയാണ്, ലോകം മുന്നോട്ട് നടക്കുകയാണ്, പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നിലേക്ക് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതും അതിനുള്ള ശ്രമം നടത്തുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ യൂട്യൂബ് എക്സ്പേർട്സിന്റെയും വാട്സാപ്പ് സ്പെഷ്യലിസ്റ്റുകളുടെയും കാലത്ത് അവരിൽ നിന്ന് അകന്നു നിൽക്കുക, അവർ നൽകുന്ന തെറ്റായ ഇൻഫോർമേഷനിൽ, തെറ്റായ വാർത്തകളിൽ, തെറ്റായ വിവരങ്ങളിൽ വീണുപോകാതിരിക്കുക എന്നതും ഒരു കല തന്നെയാണ്. അതെല്ലാം നിങ്ങൾക്ക് ടെക്നോളജി ആവശ്യമില്ല. ടെക്നോളജി ഇല്ലാതെ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടാണ് എല്ലാം വേണ്ടതെങ്കിൽ യൂട്യൂബും മൊബൈലും എല്ലാം ഉപേക്ഷിച്ചേക്കുക. കാട് കയറുക, മാനിനെയും മ്ലാവിനെയും വേട്ടയാടി പിടിക്കുക, കായികനികൾ തിന്ന് ജീവിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളും നാച്ചുറലായിട്ട് തന്നെ വന്നുകൊള്ളും. മുൻകാലങ്ങളിലുള്ളവർ നാച്ചുറലായിട്ട് പ്രസവിച്ചിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു അതിൽ മിക്കവർക്കും ഉണ്ടായിരുന്നു. അതിന് കാരണം അവരുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു, അവരുടെ ഭക്ഷണം അങ്ങനെയായിരുന്നു, എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ജീവിത രീതി മാറി, ഭക്ഷണ രീതി മാറി, നമ്മളുടെ ജീവിതശൈലി മുഴുവനായിട്ടും മാറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നമ്മുടെ ഡെലിവറിക്കും എക്സ്പേർട്സിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്, ടെക്നോളജിയുടെ ആവശ്യമുണ്ട്, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. മുൻകാലങ്ങളിൽ പ്രസവം വീടുകളിലായിരുന്നപ്പോൾ മരണനിരക്കും കൂടുതലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനിയെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങളിൽ പെട്ടുപോകാതിരിക്കുക. താങ്ക് യു.